ഒരിക്കൽ വിശന്നു വലഞ്ഞ ഒരു കുറുക്കൻ കാട്ടിലൂടെ നടക്കുമ്പോഴാണ് താഴ്ന്ന ഒരു മരക്കൊമ്പിൽ വാലു ചുറ്റി തലകീഴായി തൂങ്ങിക്കിടക്കുന്ന കുസൃതി കുരങ്ങനെ കണ്ടത്. കുരങ്ങച്ചനെ പിടിക്കാൻ കുറുക്കൻ പതിയെ പമ്മി പമ്മി മരത്തിനടുത്തേക്ക് ചെന്നു. എന്താ കുരങ്ങച്ച ഇങ്ങനെ തലകീഴായി തൂങ്ങിക്കിടക്കുന്നത്? താഴേക്കിറങ്ങി വന്നേ, നമുക്ക് അപ്പുറത്തെ മാന്തോപ്പിൽ പോയി നല്ല പഴുത്ത മാമ്പഴം തിന്നാം. കുറുക്കൻ കൊതിയോടെ വിളിച്ചു. കുറുക്കന്റെ ഉള്ളിലെ കള്ളത്തരം കുരങ്ങന് പെട്ടെന്ന് മനസ്സിലായി. അവൻ പതറാതെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അയ്യോ കുറുക്കച്ച, എനിക്ക് ഈ മരക്കൊമ്പിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. ഞാൻ ഈ മരത്തിലുള്ള ഒരു അത്ഭുത പെട്ടിക്ക് കാവൽ നിൽക്കുകയാണ്. ഈ പെട്ടി തുറന്നാൽ സ്വർഗത്തിലെ സംഗീതം കേൾക്കാം. രാജാവിന്റെ കൽപ്പനയുള്ളത് കൊണ്ട് എനിക്കിതാർക്കും കൊടുക്കാനും പറ്റില്ല. കുറുക്കന്റെ കണ്ണുകൾ തിളങ്ങി. സംഗീതമോ? അതൊന്ന് കേൾക്കാൻ എനിക്ക് വലിയ കൊതിയുണ്ട്. നീ കുറച്ചു നേരം വിശ്രമിച്ചോ, ഞാൻ കാവൽ നിന്നോളാം. ആ പെട്ടി ഒന്ന് എനിക്ക് കാണിച്ചു തരുമോ? കുരങ്ങൻ മരത്തിന് മുകളിലുള്ള വലിയൊരു തേനീച്ചക്കൂട് കാണിച്ചു കൊടുത്തു. ഇതാണ് ആ സംഗീത പെട്ടി. അതില് മെല്ലെ ഒന്ന് തട്ടിയാ മതി, സംഗീതം കേട്ടു തുടങ്ങും. അത്യാഗ്രഹം മൂത്ത കുറുക്കൻ കുരങ്ങനെ വിശ്വസിച്ച് മരത്തിന് മുകളിലേക്ക് വലിഞ്ഞു കയറി തേനീച്ചക്കൂടിന് നേരെ കൈയോങ്ങി. അപ്പോഴേക്കും കുരങ്ങൻ അടുത്ത മരത്തിലേക്ക് ചാടി മറഞ്ഞു. കുറുക്കൻ തേനീച്ചക്കൂടിന് മുകളിൽ ഒരൊറ്റ അടി. ഉടനെ ആയിരക്കണക്കിന് തേനീച്ചകൾ ഇരച്ചുകൊണ്ട് പുറത്തു വന്ന് കുറുക്കനെ വളഞ്ഞു. തേനീച്ചകളുടെ കുത്തേറ്റ കുറുക്കൻ അയ്യോ ഓടി വരണേ എന്ന് നിലവിളിച്ചുകൊണ്ട് കാടിന്റെ അങ്ങേ അറ്റത്തേക്ക് പാഞ്ഞു. കുറുക്കന്റെ ഓട്ടം കണ്ട് കുരങ്ങൻ മരത്തിന് മുകളിലിരുന്ന് പൊട്ടിച്ചിരിച്ചു. അപ്പോ കൂട്ടുകാരെ, ഇന്നത്തെ കഥ ഇഷ്ടമായോ? ഈ കഥയുടെ ഗുണപാഠം എന്തെന്നറിയാമോ? അത്യാഗ്രഹം ആപത്താണ്. ചതിയന്മാരുടെ വാക്കുകളിൽ വീഴാതെ ബുദ്ധിപൂർവം ചിന്തിച്ചാൽ ഏതു വലിയ ശത്രുവിനെയും തോൽപ്പിക്കാം. അടുത്തയാഴ്ച മറ്റൊരു കഥയുമായി വീണ്ടും കാണാം.